ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് ശ്രീകാന്ത് ആകെ ടെൻഷനിലാണ് കേട്ടോ. ഇവനെ ഇനി അളിയാന്ന് വിളിക്കേണ്ട ഗതികേടാകോ, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു എന്ന് വിശ്വസിച്ചപ്പോഴാണ് അടുത്ത വിവാഹമായിട്ട് വന്നിരിക്കുന്നു. ഇനി ഇരു കുടുംബങ്ങളും ഒന്നു ചേർന്ന് ഈ വിവാഹം മംഗളകരമായിട്ട് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്, എൻ്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്തതാണോ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ആകെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ. ആക്സിഡൻറ്റിൽ പെടുത്തിയിട്ടും അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. ഏത് ഹോസ്പിറ്റലിലാണ് പോലും അറിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. അതാണ് ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത്. അവന് കുറേ കയ്യാളുകളുണ്ടല്ലോ, അവർ രക്ഷപ്പെടുത്തിയതാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ അവസരത്തിൽ അച്ഛൻ്റെ മനസ്സിലും അലിഞ്ഞു പോയല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാനിവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സ്വത്തുക്കളുടെ വിഹിതവും ഒക്കെ അവന് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ അവനിവിടെ മരുമകനായിട്ട് കയറി വരികയും ചെയ്യും. അതിൻ്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം ഞാൻ അത് അനുവദിക്കില്ല. അതിന് ഈ വിവാഹം മുടക്കുക തന്നെ എനിക്ക് ഒരു മാർഗമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവസാനം ശ്രീകാന്ത് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ ആകെ വിതുമ്പി നിൽക്കുകയാണ്. ഇതേ അവസരത്തിൽ മറുവശത്താണെങ്കിൽ വേദയും അതുപോലെ തന്നെ കനകാമയും എല്ലാവരും വിക്രമിനെ കാണാതെ ആകെ വേവലാതിപ്പെട്ട് നിൽക്കുകയാണ്. വിക്രം എവിടെ പോയിന്നോ, എന്ത് പറ്റിയെന്നോ ഒന്നും ആർക്കും തന്നെ അറിയില്ല. വിക്രം വിവാഹത്തിൽ നിന്നും മുങ്ങി നിൽക്കുകയാണ് എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് എല്ലാവരും. അല്ലാതെ ആക്സിഡൻറ്റ് പറ്റിയെന്ന് ആർക്കും ഒരറിവില്ല കേട്ടോ. എങ്കിലും വേദ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് വിക്രം തിരികെ എത്തും, അവരുടെ വിവാഹം മംഗളകരമായിട്ട് നടക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വേദ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമലാമ്മ പറയാണ്, എൻ്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല, ഒരു സ്വസ്ഥതയില്ല. വിക്രം തിരികെ എത്താതെ നമ്മൾ നിശ്ചയിച്ച പോലെ ആ വിവാഹം നടക്കാതെ എനിക്ക് മനസ്സിന് ഒരു സന്തോഷമോ ഒരു സമാധാനമോ ഒന്നുമില്ല മോളെ. അതുകൊണ്ട് നമുക്കൊന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം. കുറച്ച് ഭാരം ഇറക്കി വെച്ചാലേ, അവിടെ ചെന്നാൽ കുറച്ച് ഭാരം ഇറക്കി വെക്കാം, എന്നാലേ എനിക്കാകുള്ളൂ. അല്ലാതെ എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദയും പറയുന്നുണ്ട്, ഇത് ഞാൻ അമ്മയോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, നമുക്കൊന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രീചേച്ചിയും വിളിച്ചോ, നന്ദിനി ഏട്ടത്തെയും കൂടെ വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്കിനും നന്ദിനി പറയുന്നുണ്ട്, ഞാനങ്ങും ഇല്ലേ, നിങ്ങൾ പോയി അങ്ങ് വിളിച്ചേച്ചാൽ മതി, ഞാൻ ഇവിടെ ഇരുന്നും വിളിച്ചോളാം, മംഗളകരമായിട്ട് ഈ വിവാഹം നടക്കണേന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഏട്ടത്തിയുടെ പ്രാർത്ഥന നടക്കണമെന്നാണോ നടക്കണ്ട എന്നാണോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. ഏട്ടത്തി വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വിളിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രീജയനെയും കൂട്ടി അവർ അമ്പലത്തിലേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിലേക്ക് പോയി എല്ലാവരും തൊഴുതിറങ്ങുകയാണ്. ഇതേ സമയത്ത് വേദ ആദ്യം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കുമേ. അവിടെ ചെറിയ ചെറിയ കടകളുള്ളതുകൊണ്ട് ആ കടകളിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും വേദ. ഇതേ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ വിക്രമിനെ ഒന്നും ചെയ്യാൻ തനിക്കാവില്ല, അതുകൊണ്ട് തന്നെ വേദനെ പൊക്കിയാലേ കാര്യം നടക്കുകയുള്ളൂ. ഇനി വിവാഹം മുടങ്ങണമെങ്കിൽ പെണ്ണ് തന്നെ അവിടെ ഉണ്ടായിരിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ശ്രീകാന്ത് വേദനെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിൻ്റെ ഗുണ്ടകളാണെങ്കിൽ വേദനെ തട്ടിക്കൊണ്ട് പോകുകയാണ്. അങ്ങനെ കമലാമ്മയും ശ്രീചേട്ടത്തിയും വെളിയിൽ വന്ന് നോക്കുമ്പോൾ വേദനെ കാണുന്നില്ല കേട്ടോ. ഇനി വേദ ഉള്ളിൽ തന്നെ ആയിരിക്കും ഒന്ന് നോക്കി ഉള്ളിലും വെളിയിലും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ റിങ് അടിക്കുന്നുണ്ട് എന്നല്ലാതെ ഫോൺ എടുക്കുന്നുമില്ല കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ വേദനെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ വേദ അവിടെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വീട്ടിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. മാഷിനോട് വിവരം പറയാണ്. ഉടനെ മാഷ് പറയാണ്, ഇതെന്താ സംഭവം, ഇനി വിക്രം പോയതറിഞ്ഞ് ആ കുട്ടിയും പോയതായിരിക്കും, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളിങ്ങ് വീട്ടിലേക്ക് വാ എന്ന് പറയാൻ കേട്ടോ. ഇതെന്താ മാഷ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങളോട് വീട്ടിലേക്ക് വരാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം കമലാമ്മ പറയുമ്പോൾ മാഷിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു ഭയം ഉണ്ടാകുകയാണ് കേട്ടോ. കമലാമ്മ പറയുന്നുണ്ട്, വേദ ഈ വീട്ടിലെ മരുമകളാണ്, എന്തൊക്കെ പറഞ്ഞാലും വേദയുടെ അസാന്നിധ്യം വേദയുടെ വീട്ടുകാർ നമ്മളല്ലേ വിളിച്ച് ചോദിക്കുകയുള്ളൂ, വേദ എവിടെ പോയിന്ന് നമ്മളല്ലേ അതിന് സമാധാനം പറയേണ്ടത്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യും മാഷ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിനായകനോടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനായനും പോയി അന്വേഷിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അന്വേഷിച്ചിട്ടൊന്നും വേദന കിട്ടുന്നില്ല കേട്ടോ. ഇനി വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്നിങ്ങനെ നന്ദിനി പറയുന്നുണ്ട് വിക്രമിനെ കെട്ടിയതിൽ ഇപ്പോഴായിരിക്കും അവൾക്ക് ഒരു ഇത് തോന്നിയത്, ബോധോദയം വന്നത്, അവളുടെ വീടും സൗകര്യമൊക്കെ ഇപ്പോഴായിരിക്കും അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. അതുകൊണ്ട് അവളിനി വീട്ടിലേക്ക് മടങ്ങിപ്പോയതാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് വേദയുടെ അമ്മേനെ ഒന്ന് വിളിച്ച് നോക്ക്, മോള് അവിടെ കാണും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കമലാമ്മയാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിൽ വേദയുടെ വീട്ടിലേക്ക് വിളിക്കുക.
ചോദിക്കുകയാണ്, ആ എന്താ കമലെ ഇപ്പോൾ വിളിച്ചത്? ഓ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടായിന്ന് അറിയാനാണോ? ആ അതെ, ആ ഒന്നുമില്ല, ഇവിടെ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അവിടെയോ? അല്ല മോളെന്തേ, വിക്രമെന്തേ, എല്ലാവരും എന്തെടുക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ എങ്കിൽ ഞാൻ വെക്കട്ടോ, പിന്നെ വിളിക്കാം, ചുമ്മാ വിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ. കമലാമ്മ പറയുന്നുണ്ട്, ഏയ് വേദ അവിടെ ഇല്ല, വേദ എന്തേ, വേദയുടെ കുശലാന്വേഷണമൊക്കെ അവരിങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ശ്രീചേട്ടത്തി പറയുന്നുണ്ട്, അയ്യോ ഇനിയിപ്പോൾ എന്താ അമ്മ ചെയ്യുക, എന്താ ഈ നടക്കുന്നത്? വിക്രമിനെ 2 ദിവസമായിട്ട് കാണുന്നില്ല, ഇപ്പോൾ ഇതേ വേദനും. വിക്രം ഉണ്ടായിരുന്നെങ്കിൽ അവനോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, ആ വിക്രമിൻ്റെ കൂട്ടുകാരനോട് പോയി പറഞ്ഞാലോ, കൂട്ടുകാരന്മാരോട്. ഇനി വേദ ഈ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിക്രം അവർ എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവർ വിക്രമിനെ എങ്ങനെയെങ്കിലും അറിയിക്കാൻ ശ്രമിക്കത്തില്ലേ? അതറിയുമ്പോൾ അവനും തിരികെ എത്തത്തില്ലേ? അവൻ വേദന കണ്ടുപിടിച്ചോളും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വിനായകനും ചേട്ടനും കൂടെ വിക്രമിൻ്റെ കൂട്ടുകാരുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് വിക്രമും ഇവിടെ ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരും കൂടെ വേദനെ അന്വേഷിച്ചിറങ്ങാണ് കേട്ടോ. അങ്ങനെ വേദനെ 4 പാടും അന്വേഷിച്ചിട്ടും അവസാനം വേദനെ കാണുന്നില്ല കേട്ടോ. ഈ അവസരത്തിൽ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വേദയുടെ വീട്ടിലോ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വേദയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ചെന്ന് പരാതി പറയാൻ വേണ്ടി ചെല്ലുക കേട്ടോ, വിനായകൻ എല്ലാവരും കൂടെ. അങ്ങനെ അവിടേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയുടെ ആ ഒരു വക്കീലുണ്ടല്ലോ, മുന്നേ വിവാഹം കഴിക്കാനിരുന്ന ആ വക്കീലിനെയും കൂടെ വിവരം അറിയിക്കാൻ കേട്ടോ ശ്രീജ. ഇതേ സമയത്ത് ആ വക്കീലും കൂടെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വേദന അന്വേഷിച്ച് അവരെല്ലാവരും 4 പാടും ഇങ്ങനെ 4 ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് വിക്രമിനെയും കാണുന്നില്ല എന്ന് കമലാമ്മ ആ വക്കീലിനോട് പറയുന്നത്. അങ്ങനെ നമ്മുടെ രാധേനെ വിളിക്കുകയാണ് കേട്ടോ ആ വക്കീൽ. രാധയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയാണ്. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണെന്നും വിക്രം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും എന്നൊക്കെ പറയാണ്. ആ കാര്യങ്ങൾ എല്ലാവരും അറിയാണ് കേട്ടോ. അങ്ങനെ വിക്രമിനെ നേരിട്ട് പോയി കാണുകയാണ് കേട്ടോ വക്കീൽ. അവിടെ ചെന്നിട്ട് വക്കീല് നമ്മുടെ വിക്രമിനോട് പറയുന്നുണ്ട്, വേദേനെ കാണുന്നില്ല, അമ്പലത്തിലേക്ക് രാവിലെ തൊഴാൻ പോയതാണ്, ഇതുവരെയായിട്ടും ഒരു വിവരവും ഇല്ല. കമലാമ്മയുടെയും അതുപോലെ തന്നെ ശ്രീജയുടെയും കൂടെയാണ് പോയത്, പക്ഷെ എന്തായി ഏതാണെന്ന് ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എവിടെയും പോട്ടെ, ചിലപ്പോൾ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാവും, അവൾക്ക് നേരിട്ട് പറയാൻ മടിയുള്ളത് കൊണ്ട് അവൾ അങ്ങ് പോയതായിരിക്കും, അവൾ തിരിച്ചു വരുമെന്ന് എന്നൊക്കെ പറയാൻ കേട്ടോ. നേരെ ഇത്രയും വൈകിയില്ലേ വിക്രം, ഇങ്ങനെ സാമട്ടിൽ വിട്ടിട്ട് കാര്യമില്ല, വിക്രം ഇറങ്ങുക തന്നെ ചെയ്യണം, അല്ലാതെ ഇതിനൊരു പോംവഴി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചിട്ടുണ്ട്, പോലീസുകാരും അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെയായിട്ടും യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വിക്രം ഒന്ന് ഇറങ്ങിയിട്ടേ കാര്യം നടക്കുകയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിക്രമിനും ആകെ ഒരു ടെൻഷനാകുകയാണേ. ഇനി അവളിതെവിടെ പോയതാണ്, അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്നെ അപായപ്പെടുത്തിയവർ തന്നെ അവളെയും അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്നും കൂടി ചിന്തിക്കുമ്പോൾ വിക്രമിന് ആകെ ടെൻഷനാകുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം ഹോസ്പിറ്റലിൽ നിന്ന് തൻ്റെ വയ്യാഴികളും തൻ്റെ അപകടവും ഒന്നും വകവയ്ക്കാതെ ചാടി ഇറങ്ങുകയാണ് കേട്ടോ വേദേനെ അന്വേഷിച്ച്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ഇതെവിടേക്ക് പോകുന്നത്, ഒന്നും സുഖമായിട്ടില്ലല്ലോ, പിന്നെ എവിടേക്ക് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതൊന്നും താൻ അറിയണ്ട, ഞാൻ പോയിട്ട് വരാം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും അത് പറഞ്ഞാൽ പറ്റില്ല, ഞാനല്ലേ ഹോസ്പിറ്റലിൽ തന്നെ ആക്കിയത്, ഇത്രയും നേരം നിൻ്റെ കൂടെ നിന്നത്, ബില്ലടിച്ചത് എല്ലാം ചെയ്തത് ഞാനല്ലേ, എന്നാ നിനക്ക് ബില്ല് തിരിച്ചു വേണോ? ഞാൻ ബില്ല് തിരികെ വേണമെന്ന് പറഞ്ഞോ, പക്ഷേ ഇപ്പോൾ ഇത്രയും വയ്യാഴികയിൽ ഇങ്ങനെ എണീറ്റ് പോകണോ? അല്ല നീ കേട്ടതല്ലേ വേദനയെ കാണുന്നില്ല എന്ന്, ഇനി അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് അറിയില്ലല്ലോ. വേദയ്ക്ക് എന്ത് അപകടം പറ്റാൻ, അവൾക്ക് ഒരു അപകടം പറ്റിയില്ല, പിന്നെ അവളുടെ വീട്ടിലേക്ക് തിരികെ പോയതായിരിക്കും. പിന്നെ വീട്ടിലേക്ക് ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ, നീ നിൻ്റെ കാര്യം നോക്ക് പെണ്ണേ, നീ നിൻ്റെ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് വിക്രമാണെങ്കിൽ അങ്ങനെ പോകുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം ചെല്ലുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ ശ്രീകാന്താണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനെ പോയി കാണുകയും അങ്ങനെ വേദന രക്ഷപ്പെടുത്തി തിരികെ കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ വിവാഹം മംഗളകരമായിട്ട് തന്നെ നടക്കുകയാണേ.